അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ശരിക്കും നമുക്ക് മിനിസ്ട്രി എന്നൊക്കെ അവാർഡ് കിട്ടിയൊരു സംഭവമായിരുന്നു. അപ്പൊ അത് വൈറലായി. അത് ആ സ്ഥലം കാണാൻ വേണ്ടി ഖത്തറിനും സൗദിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അവരിവിടെ വെള്ളം ഓവറായിട്ട് ഫ്ലോ ചെയ്ത് വന്ന് പെട്ടുപോയിട്ട് ഒമാനി വീട്ടിൽ പോയി താമസിച്ച് അവർ തിരിച്ച് ഖത്തറിലും സൗദിയിലൊക്കെ വേണ്ടി ട്വീറ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇതുണ്ട്, ഒരു അധ്യാപകനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ആ ഇബ്ര ഭാഗത്ത് വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് പല ആൾക്കാരും ഷെയർ ചെയ്തു. അത് മിനിസ്ട്രിയിലെത്തി. അന്നേരം മിനിസ്ട്രിയിൽ നിന്ന് കോൾ വന്നു ഞങ്ങൾക്ക്. ആദ്യം പേടിച്ചു എന്താണ് പറ്റിയെന്ന്. മുജിബായ് നാട്ടിലായിരുന്നു ആ ടൈമില്. തിരിച്ചു വരുമ്പോ എയർപോർട്ടിൽ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോവോടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. ഇതിന് ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഈ സംഭവം വൈറലായി. ഈദിന്റെ ദിവസം പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് വാതിയിലോട്ട് പോയുള്ള അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ പോയി പെട്ട് എന്നിട്ട് അവരെ റെസ്ക്യൂ ചെയ്തു. ഒമാനികൾ തന്നെയാണ് കേട്ടോ അവർ റെസ്ക്യൂ ചെയ്തു. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഹോസ്പിറ്റാലിറ്റി ആണല്ലോ. അപ്പോൾ അവർ റെസ്ക്യൂ ചെയ്തതിന് ശേഷം എന്നിട്ട് അവരവിടുന്ന് ആ സമയത്ത് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ എനിക്ക് അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അതായത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പെട്ടുപോയി. അപ്പം എൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക, എയർപോർട്ടിൽ വരുമ്പോൾ പൊക്കുവോ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ സംഭവം അതൊരു പോസിറ്റീവ് രീതിയിൽ വൈറലായി. അത് പല ആൾക്കാരും ട്വീറ്റ് ചെയ്തു. അതിനുശേഷം അങ്ങനെ കുറേ റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടി. കോളേജിൽ നിന്നല്ല, ഈവൻ ഞങ്ങൾ പോയി ലൈക്ക് മിനിസ്ട്രിയിൽ പോയിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചു. ഞാനും പ്രീതിയായിരുന്നു പോയി അവാർഡ് വാങ്ങിച്ചു. ഇവന് വാങ്ങിക്കാൻ പറ്റിയില്ല.